അസ്സലാമു അലൈക്കും. ഞാൻ ബുഷ്ര റഷീദ്. ഇന്ന് നമുക്ക് പെരുന്നാളിന് ഡെസേർട്ടായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു കേക്ക് ഉണ്ടാക്കിയാലോ. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് റോസ് മിൽക്ക്. ആ റോസ് മിൽക്ക് കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് റെഡിയാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. റോസ് മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിൽ എഗ്ഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് സെപ്പറേറ്റ് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ ബൗളാണ് എടുത്തത്. ഇളം ചൂടുള്ള ഒരു ലൈറ്റ് ചൂടുള്ള സ്റ്റീൽ ബൗളിൽ എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് സ്റ്റിഫായി കിട്ടും. അതിനാണ് എഗ്ഗ് വൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റീൽ ബൗൾ എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിൽ എഗ്ഗ് വൈറ്റാണ് ആദ്യം ബീറ്റ് ചെയ്യുന്നത്. എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ ബീറ്റർ കൊണ്ട് തന്നെ എഗ്ഗ് യോക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എഗ്ഗ് യോക്കാണ് ആദ്യം ബീറ്റ് ചെയ്തതെങ്കിൽ വീണ്ടും അതിനെ കഴുകി തുടച്ച് ഒട്ടും വെള്ളമില്ലാതെ ആക്കി വേണം എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്യാൻ. അപ്പം ആ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് എഗ്ഗ് വൈറ്റ് ആദ്യമേ ബീറ്റ് ചെയ്യുന്നത്. എഗ്ഗ് വൈറ്റ് ഇവിടെ നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ച് എഗ്ഗ് യോക്ക് ബീറ്റ് ചെയ്യാം. അതിലേക്ക് ചേർക്കാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അത് ഇടയ്ക്കിടെ കുറച്ച് ഇട്ടിട്ട് വേണം ഇതിനെ ബീറ്റ് ചെയ്തെടുക്കാൻ. എഗ്ഗ് യോക്ക് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ റോസ് വൈറ്റ് എസൻസ് ചേർത്ത് കൊടുക്കാം. റോസ് വൈറ്റ് എസൻസാണ് റോസ് മിൽക്കിന് യൂസ് ചെയ്യുന്നത്. 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കാം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് യോക്ക് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇതിന് ഞാനൊരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലൊരു പിഞ്ച് പിങ്ക് കളറ് കൂടെ, റോസ് മിൽക്കിന് യൂസ് ചെയ്യുന്ന പിങ്ക് കളറ് കൂടെ ചേർത്തതിന് ശേഷം എഗ്ഗ് വൈറ്റ് കൂടെ ഇതിലേക്ക് കുറച്ചായി മിക്സ് ചെയ്ത് നല്ലവണ്ണം ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ് ബൗളിലാണ് ഇത് ചെയ്യുന്നത്. ഗ്ലാസ് ബൗളിൽ ഒരു ബട്ടർ പേപ്പർ ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ ഒഴിച്ച് എല്ലാ സ്ഥലത്തും നല്ലവണ്ണം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് പ്രീഹീറ്റ് ചെയ്ത ഓവണിലേക്ക് മാറ്റാം. എൻ്റേത് ഡിഗ്രി സെറ്റ് ചെയ്യുന്ന ഓവണല്ല, കൺവെൻഷൻ ഓവണാണ്. ഇത് കൺവെൻഷൻ പ്രസ് ചെയ്യുക, മൈക്രോ പ്രസ് ചെയ്യുക, സ്റ്റാർട്ട്. എന്നിട്ട് നമുക്ക് എത്ര മിനിറ്റ് എന്നുള്ളത് സെറ്റ് ചെയ്യാം. ഞാനിതിപ്പം ഒരു 20 മിനിറ്റാണ് സെറ്റ് ചെയ്തത്. പക്ഷെ അത്രയും വേണ്ടി വരില്ല. ഇത് തിക്ക് കുറഞ്ഞിട്ടുള്ള കേക്കായത് കാരണം തന്നെ പെട്ടെന്ന് ബേക്കാവും. അപ്പം നമുക്കൊരു 10 മിനിറ്റ് ആകുമ്പോൾ നോക്കിയിട്ട് ഓഫ് ചെയ്യാം. കേക്ക് ഇപ്പം നല്ലവണ്ണം ബേക്കായിട്ടുണ്ട്. ഞാൻ വെച്ചതിലും 10 മിനിറ്റ് ഇനിയും ഉണ്ട്. ആകെ 10 മിനിറ്റേ എടുത്തിട്ടുള്ളൂ. ഇനി ഒരു റോസ് മിൽക്ക് സിറപ്പാണ് റെഡിയാക്കേണ്ടത്. അതിന് 1 കപ്പ് പാൽ ഒരു പാനിൽ ഒഴിച്ചിട്ടുണ്ട്. 1/2 കപ്പ് ഫ്രഷ് ക്രീം, ഒരു 2 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കാം. പിന്നെ ഇതിൽ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പിഞ്ച് റോസ് മിൽക്കിൻ്റെ റോസ് പിങ്ക് കളറ് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ റോസ് വൈറ്റ് എസൻസ്. റോസ് മിൽക്കിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസുകളാണ്. ഇതെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഒന്ന് തിള വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിൽ ആ ഫ്രഷ് ക്രീമൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബേക്ക് ചെയ്തെടുത്ത കേക്ക് ആദ്യം ഈ ബൗളിൽ നിന്നും ഒന്ന് എടുത്ത് മാറ്റാം. ഇതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചതുണ്ട്, അതൊന്ന് എടുത്ത് മാറ്റണം. ആ ബട്ടർ പേപ്പർ മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് ഈ ബൗളിലേക്ക് തന്നെ വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലയിൽ ഒരു ഫോർക്ക് കൊണ്ട് ഫുള്ള് ഇതിന് ഡോട്ട് ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ റോസ് മിൽക്ക് സിറപ്പ് ഒഴിക്കുമ്പോൾ ഇത് മൊത്തം കേക്കിലേക്ക് അബ്സോർവ് ആയി പോവുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേക്കിൻ്റെ മേലയിൽ മൊത്തം ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മേലയിലേക്ക് നമുക്ക് റോസ് മിൽക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അത് ആദ്യം പതുക്കെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒഴിക്കുന്നതിന് അത് അബ്സോർവ് ആയിക്കോളും.
കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മൊത്തം ഇതിൻ്റെ മേലയിലേക്ക് ഒഴിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം ഈ കേക്കിലേക്ക് ഫില്ലായിക്കോളും. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കാം. ഇതിനോടൊപ്പം തന്നെ ഞാൻ വേറൊരു കേക്കും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ ഒരു പ്ലേറ്റിൽ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടും ബാക്കി ഞാൻ ഗ്ലാസ്സിലാക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ആ ഗ്ലാസ്സിലേക്കും പ്ലേറ്റിലേക്കും വെച്ച് അതിൻ്റെ മേലയിലേക്കും ഞാൻ ഇതേപോലെ തന്നെ റോസ് മിൽക്ക് സിറപ്പ് ഉണ്ടാക്കി ഒഴിച്ചിട്ടുണ്ട്. അതിനും ഹോൾസ് ഇട്ട് കൊടുക്കാൻ ഫോർക്ക് കൊണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒഴിക്കുന്ന റോസ് മിൽക്ക് അതിലേക്ക് അബ്സോർവ് ആവുള്ളൂ. അത് മറക്കാതെ ചെയ്യണം. ഇനി ഇതും ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതൊരു 1/4 മണിക്കൂർ തണുത്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ മേലയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു വിപ്പിംഗ് ക്രീം നമുക്ക് റെഡിയാക്കാം. ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്താൽ മതി. ഞാൻ പക്ഷേ ഇവിടെ വിപ്പിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/4 ഗ്ലാസ് പാലൊഴിച്ചിട്ട് തണുത്ത പാലെടുത്തിട്ടാണ് അടിക്കുന്നത്. തണുത്ത പാലൊഴിച്ച് ഈ വിപ്പിംഗ് പൗഡർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല സ്റ്റിഫ് പീക്കായി വന്നിട്ടുണ്ട്. ഇനി അത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത കേക്കിൻ്റെ മേലയിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സ്പ്രെഡ് ചെയ്യാം. ഞാനിത് കേക്കിൻ്റെ മേലയിൽ നല്ലവണ്ണം തേച്ചിട്ട് ഇതിൻ്റെ മേലയിൽ റോസ് പെറ്റൽസും പിസ്തയും വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോസ് മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല റോസ് മിൽക്കിൻ്റെ നല്ലൊരു ഫ്ലേവർ വരുന്ന കേക്ക് തന്നെയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്